രവീന്ദ്രനാഥ ടാഗോർ എന്ന് എഴുതുന്ന 1941 മരിച്ചുപോയ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന ഒരു ആശയം അങ്ങനെയൊന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉരുവപ്പെട്ട് വരാത്തൊരു കാലഘട്ടത്തിൽ മരിച്ചുപോയ ആളാണ്. ഇന്ത്യ വിഭജിക്കണമെന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞെങ്കിലും 1940 മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന ഒരാശയം മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്രയോ വർഷം മുമ്പ് എഴുതപ്പെട്ടൊരു ഗാനമാണ് ഈ ജനഗണമന. ആ ജനഗണമനയിൽ പഞ്ചാബും സിന്ധും ഗുജറാത്തും മറാഠയും എല്ലാം ബംഗയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്ന് വരിക എന്ന് പറയുന്നത് അവിഭക്ത ഇന്ത്യ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് തന്നെയാണ്. ആ സങ്കല്പത്തിലല്ലല്ലോ സംഘപരിവാർ നിൽക്കുന്നത്. ചില പേരുകൾ, ചില സ്ഥലനാമങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഉച്ചരിക്കാൻ പോലും പാടില്ലാത്ത അത്രക്ക് പാപപങ്കിലമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ഈ ജനഗണമനയെ എത്ര കാലം അവർക്ക് ഇങ്ങനെ അതിനെ ആദരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദേശീയ പതാകയുടെ ത്രിവർണത്തെ, ജനഗണമനയെ, രാഷ്ട്രപിതാവിനെ, പണ്ഡിറ്റ് നെഹ്റുവിനെ, ഇന്ത്യ എന്ന പേരിനെ പോലും എഴുതി വെച്ചോളൂ. ഇന്ത്യ എന്ന പേരിനെ പോലും, ഇന്ത്യ എന്ന പേര് അൽ ഹിന്ദ് എന്നതിൽ നിന്നുണ്ടായതാണ്. ഭാരതം, ഭാരതാംബ, ഭാരതീയത, ഭാരത്, മേരാ ഭാരത് മഹാൻ. അപ്പൊ ഭാരതം എന്ന് വിളിപ്പിക്കും. ഇവർ ഇതിലൊക്കെ നോക്കുന്നത് വളരെ സില്ലി മാറ്ററാണ്. അപ്പോൾ അവർ പേര് മാറ്റും, ദേശീയഗാനം മാറും, രാഷ്ട്രപിതാവ് മാറും, ദേശീയ പതാക മാറും, ദേശനാമം മാറും. അപ്പോൾ വന്ദേമാതരം ചെല്ലുമ്പോൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കാത്ത കുട്ടി. വാഗ്ഭടാനന്ദ സ്വാമികൾ, സ്വാമി വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭ ഉണ്ടായിരുന്നു മലബാറിൽ. കണ്ണൂരിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. വാഗ്ഭടാനന്ദൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോട് മാഷ് പറയുന്നത്, ഞാൻ വാഗ്ഭടാനന്ദൻ സ്വാമികളെ കണ്ടിട്ടാണ്, അദ്ദേഹത്തിനെ അനുകരിക്കാൻ ശ്രമിച്ചാണ് ഞാൻ പ്രസംഗം ശീലിച്ചത്. അത് ശരിക്കും ഒരു വാഗ്ഭടൻ തന്നെയായിരുന്നു. അക്ഷരങ്ങൾ കൊണ്ട് ഉള്ളൊരു ഒഴുക്കായിരുന്നു ആ പ്രഭാഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിയ ജീനിയസായി ജീവിച്ച ആളാണ് വാഗ്ഭടാനന്ദ സ്വാമികൾ. ആ വാഗ്ഭടാനന്ദ സ്വാമികൾ അത്തോളിയിലെ സ്കൂളിൽ പ്രസംഗിക്കാൻ വരികയാണ്. അപ്പോൾ 13 വയസ്സുള്ള CH മുഹമ്മദ് കോയക്ക് വാഗ്ഭടാനന്ദ സ്വാമികൾ പ്രസംഗിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് അതിലെ ഒരു കഥ. ഒരു അവസരം വരികയാണ്. പിന്നെ ഒരു സംഭവമുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം പറയുമ്പോൾ CH കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, CH ഒരുപാട് നല്ല ഗുരുനാഥന്മാരുണ്ടാവുന്നു. ഗുരുനാഥന്മാർ നല്ലതായിട്ട് കാര്യമില്ല, ശിഷ്യനും നന്നാവുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഗുരുനാഥന്മാർ നല്ലതായിട്ടൊന്നുമില്ല. CH ഒരുപാട് നല്ല ഗുരുനാഥന്മാരുണ്ടാവുന്നു, ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ടാവുന്നു, നല്ല സൗഹൃദങ്ങളുണ്ടാകുന്നു. അവരെല്ലാവരുടെയും പരിചരണവും പിന്തുണയും ഉണ്ടാകുന്നു. നമ്മൾ CH ഓർക്കുമ്പോൾ CH നേതാക്കന്മാരെ ഓർക്കണം. അതായത് പ്രസംഗ വൈഭവം കൊണ്ട്, ചിന്തയുടെ ദീപ്തി കൊണ്ട് തൻ്റെ കാലഘട്ടത്തെ കീഴടക്കിയ മഹാനായിരുന്നു KM സീരി സാഹിബ്. ആ സീരി സാഹിബിൻ്റെ തട്ടകത്തിൽ ഒരു കാട്ടിൽ 2 സിംഹം വരികയാണ്, തട്ടകത്തിൽ മറ്റൊരു സിംഹം ഉയർന്നു വരികയാണ്. ഇത് രണ്ട് റേഞ്ചാട്ടോ, അത് താരതമ്യങ്ങളൊന്നുമില്ലേ. നമ്മൾ CH പറയുമ്പോൾ സീരി സാഹിബിനേക്കാൾ CH എന്നല്ല, സീരി സാഹിബിൻ്റെ ഭാഷയും ആശയും ചിന്തയും പ്രഭാഷണവും മറ്റൊന്നായിരുന്നു. അത് പിന്നെ 2 ഇതിൽ പോയിരുന്ന ഒന്നാണ്. അത് CH പറയും. സീരി സാഹിബിൻ്റെ പ്രസംഗത്തിന് മുമ്പിൽ ഞാനാര് എന്ന് ഉള്ളൊരു ഇത് CH ഉണ്ടായിരുന്നു. കാരണം അത്ര വലിയ സംഭവമാണ്. പക്ഷേ ഇങ്ങനെ ഒരാളെ സീരി സാഹിബ് വളർത്തിക്കൊണ്ടുവരിക, സീരി സാഹിബാണ് ഇതിൻ്റെ ഏറ്റവും വലിയ CH വലിയ വലിയ പിൻബലമേകുന്നത്. അതുപോലെ ഈ നേതാക്കന്മാരൊക്കെ നമ്മൾ CH നേതാക്കന്മാരെയും സ്മരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് സ്മരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കുറച്ചൊരു പ്രതിഭയുള്ളവൻ നമ്മുടെ പരിസരത്ത് വളരുമല്ലോ. അല്ല, നമ്മൾ അവരെ സ്മരിച്ചാൽ പോരല്ലോ, വളരില്ല. ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിലേ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി നന്നായി പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ഓൻ്റെ പ്രസംഗം ഉഷാറാന്ന് പറഞ്ഞാൽ പറയും, കോപ്പടിച്ച് പ്രസംഗിക്കണം നന്നാക്കി പറയില്ലോ. വേണേ ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾ നോക്കേണ്ടി ഏതെങ്കിലും ഒരാളുടെ കാര്യം വെറുതെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. പിന്നെ എവിടുന്ന CH ഉണ്ടാവും. അതവിടെ നമ്മൾ ഒരൊറ്റ CH ഓർമ്മിച്ച് കണ്ട് ഇതോടുകൂടി നമ്മൾ ഈ പുസ്തകം അടച്ചു വെക്കണം തീരുമാനിക്കാനുള്ള കാരണം അതാണ്. കാരണം വേറെ CH ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു CH ഉണ്ടാവുമോ നോക്കണമെങ്കിൽ ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പിന്തുണ നമ്മൾ കൊടുക്കില്ല.
വളർന്നു വരുന്നവൻ നമ്മുടെ അന്തകനാണെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ പിന്നാലെ കൂടുന്നത്. ഇവൻ വന്നാൽ ഇതോടുകൂടി തവാന്തകൻ ഭൂമി തലേ ജനിച്ചു എന്ന് CH പറയലുണ്ട്. അത് കെൽട്രോണിന് ഇതിൻ്റെ KPP നമ്പ്യാർക്ക് അനുമോദന ചടങ്ങ് നോക്കുമ്പോഴാണ് കെൽട്രോണിൻ്റെ സ്ഥാപകനാണ് KPP നമ്പ്യാർ. അപ്പോഴാണ് പിന്നെ ജപ്പാൻകാരോട് CH പറയാണ്, CHൻ്റെ പ്രസംഗത്തിൽ, ഞാൻ വ്യവസായത്തിൻ്റെ ഇലക്ട്രോണിക് വ്യവസായത്തിന് നെറുകയിലെത്തി എന്ന് അഹങ്കരിക്കുന്ന ജപ്പാനോട് ഞാൻ പറയട്ടെ, ജപ്പാനോട് പറയട്ടെ എന്നൊക്കെ പറയണേ, ജപ്പാൻ കേട്ടോ എന്നുള്ളതല്ല, ജപ്പാനോട് ഞാൻ പറയട്ടെ, തവാന്തകൻ ഭൂമി തലേ ജനിച്ചിരിക്കുന്നു എന്ന്. നിങ്ങളുടെ അന്തകൻ ഇതാ കെൽട്രോണായിട്ട് ഇവിടെ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്നാണ് CH പറയുന്നത്. അപ്പം നമ്മൾ അതെന്തിനാ കണ്ടത്? ഒരുത്തൻ കുറച്ച് മെച്ചപ്പെട്ടൊന്ന് ഉഷാറായിക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഓനെയായി നമ്മുടെ ശ്രദ്ധ. നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ നന്നായി ഉഷാറൊക്കെ ആയിട്ടുള്ള ഒരാളെ പറ്റി ഓരോ നാട്ടിലത്തെ വേറൊരു പ്രവാസി സുഹൃത്തിനോട് അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തിനോ ഏതെങ്കിലും സുഹൃത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ആരെച്ചാൽ അവരോട് ചോദിക്കുക, ഇങ്ങനെ ഉഷാറാണല്ലോ, എങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ, എനിക്ക് ആളെ മനസ്സിലായില്ല, മറ്റേ നേരെ അടുത്ത വീടായിരിക്കും 2-3 അവിടെ. അങ്ങനെ നാട്ടിലൊന്നും അങ്ങനെ പ്രസംഗമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കേട്ടിട്ടുണ്ടോ അറിയില്ല, അതോ നിങ്ങൾക്ക് ആൾ മാറി വയ്ക്കും. എങ്ങനെ പരമാവധി നിരുത്സാഹപ്പെടുത്താമോ അത്രയ്ക്ക് നിരുത്സാഹപ്പെടുത്തി നോക്കും. CHന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടി CHനെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരിക. ഒരു പക്ഷേ അത് CHന് അള്ളാഹു നൽകിയൊരു അനുഗ്രഹമാണ്. CHൻ്റെ അത്രയും നന്മയുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, നന്മയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലക്ക് CHനെ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു പിന്നെ അവസരങ്ങൾ ഉണ്ടാവുകയാണ്. 1939 ജൂണിൽ CH കൊയിലാണ്ടി ബോർഡ് ഹൈസ്കൂളിൽ ചേരുകയാണ്. കൊയിലാണ്ടി ഹൈസ്കൂളിൽ എത്തുന്നതോടുകൂടിയാണ് CH പിന്നെ മാറുന്നത് കേട്ടോ. CHൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നു. വേളൂരിലെയും കൊങ്ങന്നൂരിലെയും ഒക്കെ സ്കൂളിലെ ക്ലാസ്സിൽ ഒന്നാമനായിരുന്ന കുട്ടി പഠിപ്പിലെ മിടുക്കോടുകൂടി നല്ല മാർക്ക് വാങ്ങിയിട്ട് തന്നെയാണ് കൊയിലാണ്ടി ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നത്. പക്ഷേ കൊയിലാണ്ടി ഹൈസ്കൂളിൽ പഠിക്കാൻ അയക്കാൻ മാത്രമുള്ളൊരു ശേഷി CHൻ്റെ പിതാവിനൊന്നില്ല. അത്തോളിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്കുള്ള ദൂരം പറഞ്ഞയക്കാനും അവിടെ നിന്ന് കൂടെ തിരിച്ചു വരാനൊന്നും സാധ്യമാകുന്നതല്ല അന്നത്തെ ഒരു സാമൂഹിക സ്ഥിതി. 5,400 ഉറുപ്പിക പ്രതിമാസം ഫീസ് കൊടുക്കണം. 1939 കാലത്ത് 5,400 ഉറുപ്പിക മാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് 5,400 ഉറുപ്പിക ഒരു മാഷക്ക് ചിലപ്പോൾ ശമ്പളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏറിയാൽ ഒരു 8 ഉറുപ്പിക 10 ഉറുപ്പിക ശമ്പളം ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഒരു കാലം. ഇപ്പോൾ എനിക്കറിയാം ഒരു 72, 73 കാലത്ത് 74 കാലത്തൊക്കെ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ 5 ഉറുപ്പിയൊക്കെയാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലി. ഒരു 72, 73 5 ഉറുപ്പിക ഒരു ദിവസത്തെ കൂലി. ഇത് 939 ഓർക്കണം. 5,400 ഉറുപ്പിക ഫീസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളതിനെ അലി മുസ്ലിയാർ പ്രോത്സാഹിപ്പിക്കാൻ പോയിട്ടില്ല. നിരുത്സാഹപ്പെടുത്തിയെന്നല്ല, പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല. കാരണം എവിടുന്ന് 5,400 ഉറുപ്പിക കൊടുക്കണം? ഈ കുട്ടികളുടെയൊക്കെ പോറ്റണ്ടേ? ഈ വീടാകെ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിലിങ്ങനെ നിൽക്കുകയാണ്. അവരെയൊക്കെ പോറ്റേണ്ടതുണ്ട്. അതിന് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനം ആരെങ്കിലും വല്ലോ ഇപ്പോഴും കൊടുക്കുന്ന ഒന്നുള്ളൂ ആലി മുസ്ലിയാർക്ക്. കാരണം ആലി മുസ്ലിയാർ ശരിക്കൊരു മുസ്ലിയാരല്ല. മുസ്ലിയാർ എന്നുള്ളവർക്ക് CH പറയേണ്ട ഓത്തുപുരയിലെ ഓർമ്മകൾ എന്ന് പറയുന്നിടത്ത് CH തൻ്റെ പിന്നെ വല്യുപ്പാക്ക് കിട്ടിയിരുന്ന വരുമാനത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഇവിടെ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ ഒരു വൈദ്യരായിട്ട് നടക്കുന്ന ഒരാൾക്ക്, മുസ്ലിയാരായിട്ടല്ല വൈദ്യരായിട്ട് നടക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനും കഴിയുന്നൊരവസ്ഥയല്ല. പക്ഷേ അന്ന് ഈ കൊണ്ടോട്ടിക്കാരനായ ഒരു TP മുഹമ്മദ് മൗലവി കൊയിലാണ്ടി ഹൈസ്കൂളിൽ ബോർഡ് ഹൈസ്കൂളിൽ അറബി അധ്യാപകനായിട്ടുണ്ട്. അറബി പഠിക്കണമെങ്കിൽ 20 കുട്ടികൾ ക്ലാസ് ഉണ്ടാവണം. അങ്ങനെ ഒരു അറബി അധ്യാപകൻ്റെ പോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസ്സിൽ തന്നെ 20 കുട്ടികൾ വേണം. മൊത്തമല്ല, ഒരു ക്ലാസ്സിൽ തന്നെ 20 കുട്ടികളൊക്കെ വേണം. അപ്പോൾ ആ അറബി പഠിക്കാനുള്ള 10-20 കുട്ടികൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ മാഷയുടെയും പോസ്റ്റ് പോകും. ആ കാലത്ത് അറബി സ്കൂളിൽ ഉണ്ടായെങ്കിലേ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു തോന്നൽ സമുദായത്തിലുണ്ട് താൻ. ആകെ 9-10 39 കാലത്ത് ആകെ 9-10 അധ്യാപകരെ അറബി പഠിപ്പിക്കുന്നവരായിട്ട്
ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലുള്ളൂ കേട്ടോ. അത് കരുവള്ളി പോകുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും കൊയിലാണ്ടി മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ ചേർന്നിട്ട് ഒരു പദ്ധതി ഇടുന്നത്. കൊയിലാണ്ടിയിൽ 1937 മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ശാഖാ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. 38 ശാഖാ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. 39 തന്നെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അവിടെ സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. 39 തീരുമാനിക്കുമ്പോൾ 39 CH ആണ് പോകുന്നത് എന്നും കൂടി ഓർക്കുക. അങ്ങനെയാണ് ഇങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞു. 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പറഞ്ഞാൽ 55 ഉറുപ്പിക ബാഫക്കി തങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നത്. എല്ലാ മാസവും 55 ഉറുപ്പിക എന്ന് പറയുന്നത് എന്തായിരുന്നാലും 55 ഉറുപ്പികക്ക് അത്യാവശ്യം ഭൂമി തന്നെ വാങ്ങാവുന്ന ഒരു കാലാവസ്ഥ ഉണ്ടെന്ന് അത് കൊടുക്കാമെന്ന് ബാഫക്കി തങ്ങൾ പറയുന്നതും അത് പ്രകാരം വന്ന 10 കുട്ടികളിൽ ദരിദ്രരായ 10 കുട്ടികളെ സംഘടിപ്പിച്ചതിൽ അതിൽ 1ാം സ്ഥാനക്കാരനായ കുട്ടിയായിട്ട് CH പൊതുവയപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ വീട്ടിൽ പിന്നെ ഒരു വലിയ ഭാരമില്ലാത്ത വിധം കൊയിലാണ്ടി സ്കൂളിലേക്ക് ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയുക. കേരളത്തിൻ്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ മലബാറിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കം കുറിച്ച് തുടങ്ങിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 1934 നവംബർ 10 കേന്ദ്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. 1934 നവംബർ 10 സെൻട്രൽ അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത്. ആ സെൻട്രൽ അസംബ്ലി ഇലക്ഷനിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നതിന് മുമ്പാട്ടത്. അതിനുശേഷം വന്നത് 37 ഇലക്ഷനാണ്. അത് സംസ്ഥാന നിയമസഭകളിലേക്കാണ്. ഇത് സെൻട്രൽ അസംബ്ലി കേന്ദ്ര നിയമസഭ ഇന്നത്തെ പാർലമെൻറ്റിന് സമമായതാണ്. 1934 നവംബർ 10 ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷനിൽ മുസ്ലിം സംവരണ മണ്ഡലമായ മലബാർ മുസ്ലിം സംവരണ മണ്ഡലത്തിൽ മലബാർ മുസ്ലിം സംവരണ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗത്ത് കാനറ മംഗലാപുരമൊക്കെ നടക്കുന്നത് സൗത്ത് കാനറ നീലഗിരി ജില്ല ഊട്ടിയൊക്കെ ഉൾക്കൊള്ളുന്ന പാലക്കാട് ഇങ്ങനെ ലക്ഷദ്വീപ് എല്ലാം കൂടി പെടുന്ന വിശാലമായ പിന്നെ നമ്മുടെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഉള്ള മലബാറിലുള്ള സ്ഥലങ്ങളും ഉള്ളതാണ് അന്നത്തെ മലബാർ മുസ്ലിം സംവരണ മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പിന്നെ നോമിനേഷൻ കൊടുത്തു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കോൺഗ്രസ്സുകാരനാണ്. മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടില്ല. അബ്ദുൽ സത്താർ സേട്ടു സാഹിബ് എന്ന് പറയുന്ന കോൺഗ്രസ് അനുഭാവിയും നോമിനേഷൻ കൊടുത്തു. അവർ തമ്മിൽ മത്സരമായി. ആ മത്സരത്തിൽ അൽ അമീൻ പത്രം വന്ന് ജനങ്ങൾക്കിടയിൽ നല്ല വേര് പിടിച്ചൊരു പത്രമായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അതിൻ്റെ പത്രാധിപരും പ്രിൻ്ററും പബ്ലിഷറും സ്ഥാപകനുമൊക്കെ. അതിലെ പത്രാധിപ സമിതി അംഗങ്ങൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന് വേണ്ടി നന്നായിട്ട് എഴുതി. ഒന്ന് ഈ സത്താർ സേട്ടു പിന്നെ ഫ്രഞ്ച് പൗരത്വമുള്ള ആളാണ്, കാരണം മാഹിക്കാരനാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയാൾക്ക് മത്സരിക്കാൻ പറ്റൂല എന്നാണ്. കേന്ദ്ര നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്ന്. അത് ഏഷാദായപ്പോൾ അയാൾക്ക് ഡിഗ്രി ഇല്ല, മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ ഡിഗ്രി ഉള്ളൂ എന്ന്. അപ്പോൾ അതും ഏഷാദായി. അപ്പോൾ പിന്നെ പറഞ്ഞു മുഹമ്മദ് അബ്ദുറഹിമാൻ ഷാഫിയാണ്, സത്താർ സേട്ടു ഹനഫിയാണ്. സത്താർ സേട്ടിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നവർ പ്രധാനമായും സീരി സാഹിബ്, പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ് അങ്ങനെയൊക്കെയുള്ള പിന്നെ മമ്മു സാഹിബ് ഇങ്ങനെയുള്ള അവിടുത്തെ പ്രമാണിമാരാണ് മുസ്ലിം രംഗത്തുള്ളവർ. മുഹമ്മദ് റഹ്മാൻ സാഹിബിന് വേണ്ടി അതിലും വലിയ ഗടാഗടീയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അംഗം മൂത്തു. ഈ അൽ അമീൻ പത്രത്തിന് മറുപടി പറയാൻ മറ്റൊരു പത്രം ഇവിടെ ഉണ്ടായിരുന്നു. സീരി സാഹിബും സിത്താർ സേട്ട് സാഹിബും എല്ലാം കൂടി ചേർന്ന് സ്ഥാപിച്ച ചന്ദ്രിക, 1934 മാർച്ച് 26 സ്ഥാപിച്ച ചന്ദ്രിക ദിനപത്രം ഉള്ളതുകൊണ്ട് അൽ അമീൻ പത്രത്തിന് മറുപടി പറയാനായി മറുപടിക്ക് മറുപടി കൊടുത്ത് ആ അംഗം കൊടുത്തു. ഈ അംഗം കൊടുക്കുന്ന 1934 കാലത്ത് വേളൂരിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് CH മുതുവായെന്ന് ഓർക്കണം. CH ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്നും കാണുന്നുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആയിട്ടില്ലല്ലോ. ചെറിയ കുട്ടിയാണ്. കാരണം 27 ജനിച്ച് 6-7 വയസ്സല്ലേ ഉള്ളൂ CHന്. ഇതെല്ലാം കാണും. 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത് കാണാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1638 വോട്ട് മുഹമ്മദ് അബ്ദുറഹിമാനും 1960 വോട്ട് സത്താർ സേട്ട് സാഹിബിന് ലഭിച്ചു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ച മാതിരി ലീഗിന് എന്താ അവിടെ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം 2 കോൺഗ്രസ് തമ്മിൽ മത്സരിച്ചാണ്. അത് നമുക്കതിൽ പറയാം. 322 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സത്താർ സേട്ട് സാഹിബ് വിജയിക്കുന്നത്. സത്താർ സേട്ട് സാഹിബ് കേന്ദ്ര നിയമസഭയിലെത്തി. മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു മല്ലനെ മലർത്തി അടിച്ചിട്ടാണ് സത്താർ സേട്ട് സാഹിബ് കേന്ദ്ര നിയമസഭയിലെത്തുന്നത്. അപ്പോഴേക്ക് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അലയടി നമ്മുടെ നാട്ടിലിങ്ങനെ ഉണ്ട്, ഒരു ഓളം.
സംഘടനയായിട്ട് വരുന്നില്ല. സിരി സാഹിബൊക്കെ മുസ്ലിം ലീഗിൽ തൽപരനായി നിൽക്കുകയാണ്. ആ ഒരു ആശയത്തിന് വേണ്ടിയുള്ള അടിത്തറ ഒരുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. KM മൗലവി സിരി സാഹിബിന് കത്തെഴുതിയിട്ട് നിങ്ങൾ പിന്നെ മുസ്ലിം ലീഗിലേക്ക് വരണം, മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയ ഒരു കാലമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്താണ്. അങ്ങനെയാണ് അവർ ചന്ദ്രിക സ്ഥാപിക്കാനൊക്കെ തലശ്ശേരിയിൽ വരികയും ചന്ദ്രികയൊക്കെ സ്ഥാപിച്ചത്. ചന്ദ്രിക സ്ഥാപിക്കുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാപിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ചന്ദ്രിക സ്ഥാപിച്ച ശേഷമാണ്, ചന്ദ്രികയിലൂടെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. ഈ സത്താർ സെഡ് സാഹിബ് സെൻട്രൽ അസംബ്ലിയിൽ പോവുകയും അവിടെ വെച്ച് ജിന്ന സാഹിബ് ലിയാഖത്ത് അലി ഖാൻ തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കന്മാരെ പരിചയപ്പെടുകയും മുസ്ലിം ലീഗിൻ്റെ ആശയം മനസ്സിലാക്കുകയും സിരി സാഹിബ് മൊത്തം മലബാറിൽ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും. അവിടെയാണ് കഥ. മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ പ്രചാരണം ആരംഭിച്ചു. ഈ നിയമസഭാ ഇലക്ഷനിൽ അന്ന് CH മുഹമ്മദ് കോയ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ഈ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള അനുരണനം മുഹമ്മദ് കോയയെ പോലുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചിന്തയെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ച ഒന്നായി മാറി. കൊയിലാണ്ടിയിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കൊയിലാണ്ടി കൊല്ലത്തെ മാണിക്കം വീട്ടിൽ ബീരാൻ ഹാജിയുടെ വീട്ടിലാണ്, മാണിക്കം വീട്ടിൽ ബീരാൻ ഹാജിയുടെ വീട്ടിലാണ് ബാഫക്ക് തങ്ങളുടെയും ഈ PT മുഹമ്മദ് മൗലവിയുടെയും സ്കീം അനുസരിച്ച് പാവപ്പെട്ട കുട്ടികളെ ചില വീടുകളിൽ താമസിച്ച് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ സ്കീം അനുസരിച്ച് പഠിപ്പിച്ചത്, ഒരു കൊല്ലം താമസിപ്പിച്ചത്. അത് കഴിഞ്ഞ് കൊയിലാണ്ടി മീത്തല പീടികയിൽ അമേത്ത് വീട്ടിൽ പിന്നെ താമസിക്കുകയാണ് പിന്നീടുള്ള കാലം. അപ്പോഴേക്ക് CHന് ഈ സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. 5,400 റുപ്യാണ് ഫീസ് ബാഫക്ക് തങ്ങളുള്ളത് ഉള്ളത് എങ്കിൽ ഒരു കൊല്ലത്തോളം ബാഫക്ക് തങ്ങളുടെ ഫീസിൽ പോയിട്ടുണ്ട്. കാരണം ഫീസ് കിട്ടാതെ ആകുമ്പോഴൊക്കെ ഉള്ള ഒരു വലിയ വിഷമവും, പിന്നെ വലിയ വീട്ടിൽ താമസിച്ച് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ കഷ്ടിയായിരിക്കുമല്ലോ. ഉച്ചക്കൊന്നും ഭക്ഷണം കിട്ടാതെ സ്കൂളിൽ ഇങ്ങനെ പട്ടിണി കിടക്കലും അങ്ങനെയൊക്കെ, അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോലൊക്കെയാണ്. കിണറ്റുന്ന വെള്ളം കോരി കുടിച്ചാലും കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു കാലത്ത് ആണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയിട്ട് എല്ലാ മാസവും 6 റുപ്യ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ ഫീസ് നേരത്തെ വാങ്ങിയ സ്കോളർഷിപ്പൊക്കെ CH തിരിച്ചു കൊടുത്തു. CHന് ഒരു പോക്കറ്റ് മണി ആയി തുടങ്ങി. ഈ ഒരു കാലത്ത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഉള്ള സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് 1937. ആ 37 തന്നെയാണ് മലബാർ ജില്ലാ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബിൻ്റെ കുറുമ്പ്രനാട് താലൂക്കിലെ കുറുമ്പ്രനാട് റൂറൽ മണ്ഡലത്തിൽ നിന്നുള്ള പോക്കർ സാഹിബിൻ്റെ ഇലക്ഷൻ വളരെ വാശിയേറിയതായിരുന്നു. പോക്കർ സാഹിബിനെതിരെ മത്സരിച്ചത് ഖാൻ ബഹദൂർ PM ആറ്റക്കോയ തങ്ങളാണ്. ആറ്റക്കോയ തങ്ങളുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങളാണ്. ഇപ്പുറത്ത് പോക്കർ സാഹിബിന് വേണ്ടി ഉപ്പി സാഹിബും സത്താർ സെഡ് സാഹിബും സിരി സാഹിബ് അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. തങ്ങളാവുക, ഖാൻ സാഹിബ് ആവുക, ഖാൻ ബഹദൂർ ആവുക, സമ്പത്ത് വലിയ സമ്പന്നനാവുക, ആ എല്ലാ പ്രൗഢിയിലും നിൽക്കുന്ന ഒരു എതിർ സ്ഥാനാർത്ഥിയോടാണ് മുട്ടുന്നത്. തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. ആ പരാജയം മൗലാന ഷൗക്കത്ത് അലിയൊക്കെ വന്ന് പോക്കർ സാഹിബിന് വേണ്ടി പ്രചാരണത്തിന് വന്നിരുന്നു. പക്ഷേ ഫലിച്ചില്ല. നികുതി കൊടുക്കുന്നവർക്ക് വോട്ടവകാശമുള്ളൊരു കാലത്ത് സമ്പന്നരെല്ലാം ആ ഭാഗത്ത് നിന്നപ്പോൾ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയത്തിലുണ്ടായ ഒരു മനോവിഷമവും മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുന്നതിന് താനും കാരണക്കാരനായി എന്നുള്ള ആ ഒരു ചിന്തയും ബാഫക്ക് തങ്ങളെ മുസ്ലിം ലീഗിലെത്തിച്ചു. സിരി സാഹിബ് ബാഫക്ക് തങ്ങളെ കാണുകയും സിരി സാഹിബുമായുള്ള എടുത്തിടപാടുകളിലൂടെ ബാഫക്ക് തങ്ങൾ മുസ്ലിം ലീഗിലെത്തുകയും ചെയ്തു. ഇവിടെ ഈ ഒരു കാലമായപ്പോഴേക്ക് 39 CH ഇവിടെ എത്തുന്നത്. ഏതാണ്ട് 1940-41 ആയപ്പോഴേക്ക് 8ാം ക്ലാസ് CH 9ാം ക്ലാസ്സിലാണ് അവിടെ ചേരുന്നത്. കൊയിലാണ്ടി സ്കൂളിൽ 9ാം ക്ലാസ്സിൻ്റെ പകുതി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്ക് CH മുഹമ്മദ് കോയ സാഹിബ് പ്രസംഗം ആരംഭിച്ചു. പൊതുവേദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. CHനെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിലേക്ക്, പൊതുജീവിതത്തിലേക്ക്, പ്രഭാഷണ പീഠങ്ങളിലേക്ക്,
മുസ്ലിം ലീഗ് നേതാവ് എന്ന ആളുകൾക്ക് പറയാവുന്ന ഒരു പ്രചാരത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയുടെ പേര് ബാഫഖി തങ്ങൾ എന്നാണ്. മുഴുവൻ പേരെന്താണ്? അവിടെ തെറ്റിയത് സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങളുടെ അന്യൻ. അന്ന് ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിൽ എത്തിയിട്ടില്ല. സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിൽ. സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങളാണ് ആദ്യം സംഘടനാ രംഗത്തെത്തുന്നത്. സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ പിന്നീട് പാകിസ്ഥാനിൽ പോയി 1975 പാകിസ്ഥാനിൽ മരണപ്പെട്ടു. അദ്ദേഹവും CH-നെ കൂട്ടിക്കൊണ്ടുപോകും. ആദ്യമൊക്കെ CH ചില യോഗങ്ങളിൽ ശ്രോതാവായിട്ടിരുന്നു. പിന്നെ പ്രസംഗിപ്പിച്ചു. താമസിക്കുന്ന വീട്ടിൽ നിന്നോ സ്കൂളിലോ വന്ന് ഹാഷിം ബാഫഖി തങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ പ്രോത്സാഹനവും കൊടുക്കും. അവർ ഭയങ്കരമായ ഒരു ആത്മബന്ധമായി മാറി. ആ ആത്മബന്ധത്തിൽ CH എന്ന് പറയുന്ന ഒരു നേതാവ് രൂപപ്പെടുകയാണ്. നമ്മൾ ഈ കഥകൾ പറയുമ്പോൾ ചിലപ്പോൾ ചിത്രത്തിൽ പോലും വരാതെ ചില ആളുകൾ കടന്നു പോകാറുണ്ടല്ലോ. അവിടെയാണ് ഹാഷിം ബാഫഖി തങ്ങൾ എന്ന സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന CH-ന്റെ ആദ്യത്തെ രാഷ്ട്രീയ ഗുരു പ്രത്യക്ഷപ്പെടുന്നത്. 1942 ഒക്ടോബർ മാസം 1-ാം തീയതി കൊയിലാണ്ടി ഹൈസ്കൂളിൽ MSF-ന്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. 1942 ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മൾ നിങ്ങൾ വളരെ ആവേശകരമായ ഒരു പ്രസംഗമായിട്ട് എന്താണ് പോവുകയാണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കടന്നു വരാതെ പോകട്ടോ. നമ്മൾക്കിതിനൊരു ഇങ്ങനെയൊരു സ്വഭാവം ഇല്ലെങ്കിൽ ഇത് ഫലം ചെയ്യാതെ പോകുമെന്നുള്ള സംശയം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൻ്റെ ഹാളിൽ 1943 ജനുവരി 23, 24 തീയതികളിൽ MSF-ന്റെ ഒരു സമ്മേളനം ചേർന്നു. അതിൽ വെച്ച് മലബാർ ജില്ലാ MSF-ന്റെ ആദ്യ കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് കേരളത്തിലെ MSF-ന്റെ ആദ്യത്തെ ഒരു വ്യവസ്ഥാപിത കമ്മിറ്റി, ജില്ലാ MSF കമ്മിറ്റി. മലബാർ ജില്ല എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയാവുന്ന ഒന്നാണ്. 1943 ജനുവരി 23, 24 തീയതികളിലായിരുന്നു. അതിൻ്റെ പ്രസിഡന്റായി വന്നത് P. ഹസൻ റിസ. പ്രസിഡന്റ് ഇവരൊക്കെ BA-ക്കാരാണ്. P. മൊയ്തു BA തലശ്ശേരി സെക്രട്ടറി, MPK മമ്മു BA ട്രഷറർ. അന്നൊക്കെ BA എന്നുള്ളത് ലെറ്റർപ്പെടലൊക്കെ വെച്ചിരുന്നു. അതിനൊക്കെ ഒരു വിലണ്ടായിരുന്നു. ട്രഷറർ. ആ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് CH മുഹമ്മദ് കോയ. അപ്പോൾ 1943 27 ജനിച്ച CH മലബാർ ജില്ല എന്ന് പറയുന്ന ഇന്നത്തെ കേരള സംസ്ഥാന MSF എന്ന് പറയാവുന്ന MSF-ന്റെ ജോയിന്റ് സെക്രട്ടറി ആകുമ്പോൾ പ്രായം 16 വയസ്സ്. 1944 മെയ് 26, 27 തീയതികളിൽ പൊന്നാനിയിൽ വെച്ച് മലബാർ ജില്ലാ MSF-ന്റെ 1-ാം വാർഷിക സമ്മേളനം ചേർന്നു. 1944 മെയ് 26, 27 തീയതികളിൽ പൊന്നാനിയിൽ മലബാർ ജില്ലാ MSF-ന്റെ പ്രഥമ ജില്ലാ സമ്മേളനം ചേർന്നു, വാർഷിക സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്, അന്ന് അധ്യക്ഷൻ എന്ന് പറയുന്ന ആളാണ് ഇന്നത്തെ ഉദ്ഘാടകൻ എന്ന് പറയുന്ന ആൾ. അന്ന് അധ്യക്ഷനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവി. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ബാംഗ്ലൂർ സിറ്റി മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയുന്ന ആളുമായ, കുട്ടികളോട് ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്തിയിട്ട് ഉഷാറാക്കണമെന്നും കരുതിയിട്ട് ഒരാളെ കൊണ്ടുവരികയാണ്. ആരാണത്? ഇബ്രാഹിം സുലൈമാൻ സേട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കേരള പ്രവേശമാണത്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവേശം. അത് കഴിഞ്ഞ് അവിടുന്ന് അവരെ CM കുട്ടി സാഹിബ് പറയുന്നത്, ആ സമ്മേളനം കഴിഞ്ഞിട്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെ ട്രെയിൻ കയറാൻ വേണ്ടി തിരൂരിലേക്ക് ഒരു കാളവണ്ടിയിൽ കൊണ്ടുവന്നു. കാളവണ്ടിയാണ് അന്നത്തെ പ്രധാന വാഹനം. കാളവണ്ടിയിൽ കൊണ്ടുവന്നു. ഹാഷിം ബാഫഖി തങ്ങളുടെ ബന്ധുവീട്ടിൽ താമസിക്കാമെന്നുള്ള നിലക്ക് CH ഉൾപ്പെടെയുള്ള കുട്ടികൾ, 44 ആവുമ്പോൾ 17 വയസ്സ്, CH ഉൾപ്പെടെയുള്ള കുട്ടികൾ പൊന്നാനിയിൽ നിന്ന് താനൂരിലേക്ക് കാൽനട സർവീസായി പോയി എന്നാണ്. അങ്ങനെ താനൂരിൽ താമസിക്കുകയും പിറ്റേന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്കും കാൽനട പാസാക്കി എന്നാണ്. 1940 ഏപ്രിൽ മാസം 29-ാം തീയതി കോഴിക്കോട്ടൊരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. പോക്കർ സാഹിബിനെ തോൽപ്പിച്ച്
ഇങ്ങനെയൊക്കെ ആയ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളെ ചെയർമാനൊക്കെ ആക്കിയിട്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. ഖാൻ ബഹദൂർ നമ്മളിലേക്ക് തിരിച്ചു വരികയാണ് പാർട്ടിയിലേക്ക്. ആ സമ്മേളനത്തിലാണ് മൗലവി AK ഫസലുൽ ഹക്ക്, ബംഗാൾ പ്രധാനമന്ത്രി മൗലവി AK ഫസലുൽ ഹക്ക് പങ്കെടുക്കുന്നത്. ആ സമ്മേളനം നടക്കുന്ന കാലത്ത് CH കൊയിലാണ്ടി ഹൈസ്കൂളിലെ MSF രൂപീകരിച്ചിട്ടില്ല, MSFൻ്റെ പ്രവർത്തകനാണ്, MSFൻ്റെ അനുഭാവിയാണ്. MSF പിന്നെയും കുറച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. 40 കൊയിലാണ്ടി ഹൈസ്കൂളിൽ പഠിക്കുക, 39 സ്കൂളിൽ ചേരുന്നത്, 40 ആ സമ്മേളനത്തെക്കുറിച്ച്, കോഴിക്കോട്ട് നടക്കുന്ന ആ സമ്മേളനത്തെക്കുറിച്ച് CH നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ ആ സമ്മേളനത്തിന് പോകാനുള്ള ഭാഗ്യമുണ്ടായില്ല. CH എഴുതി, ഷെയർ ബംഗാൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ പോകാൻ കുട്ടിയായതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയില്ല. പക്ഷേ മുതിർന്ന ആളുകൾ, സമ്മേളനത്തിൽ പോയ ആളുകളെല്ലാവരും പറഞ്ഞു, അവിടുത്തെ മൗലവി ഷെയർ ബംഗാളിൻ്റെ, ഷെയർ ബംഗാൾ എന്നാണ് പറയുന്നത്, ബംഗാൾ സിംഹം, ഷെയർ ബംഗാളിൻ്റെ പ്രസംഗവും സീരി സാഹിബിൻ്റെ പരിഭാഷയും, അതോടൊപ്പം ടി ഉബൈദ് സാഹിബ്, പ്രസിദ്ധ കവി ടി ഉബൈദ് സാഹിബ് രചിച്ച പൊങ്ങട്ട ജയഘോഷമതി ഇസ്ലാം സിന്ദാബാദ് എങ്കൽ കലങ്കാര മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന ഗാനം, ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കണ മാതിരില്ല കേട്ടോ, പാട്ടേ നല്ല മധുരമുള്ള ഗാന. പൊങ്ങട്ട ജയഘോഷമതി ഇസ്ലാം സിന്ദാബാദ്, ഇസ്ലാം ഇസ്ലാം, പൊങ്ങട്ടെ ജയഘോഷമതി ഇസ്ലാം സിന്ദാബാദ് എങ്കൽ കലങ്കാര മുസ്ലിം ലീഗ് സിന്ദാബാദ്. ആ ഗാനം ഇമ്പിച്ചിക്കോയ എന്ന ഒരു 10 വയസ്സുകാരൻ കുട്ടി ആ സമ്മേളനത്തിൽ പാടിയതും ആളുകൾ ആ കുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുത്തതും, ഇമ്പിച്ചിക്കോയ ഒക്കെ ഇവിടെ CH ആളുകൾ ഇങ്ങനെ പറഞ്ഞ കാര്യം പറയാം, സമ്മേളനത്തിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇങ്ങനെ ഈ പാർട്ടി പച്ച, ഈ ആശയം, ഈ നേതാക്കന്മാർ, ഈ ചിന്ത, ഇതിൽ തന്നെ ജീവിക്കുകയാണ്. ഒരു ബാല്യം, കൗമാരത്തൊക്കെ എത്തില്ല, ഒരു ബാല്യമാണ്. ഒരു ബാല്യം ഇതിൻ്റെ കൂടെ തന്നെ കഴിയുക. മറ്റൊന്ന് CHൻ്റെ ഒരു കാര്യം, ഈ കൊയിലാണ്ടി ലീഗ് ഓഫീസിൽ അവിടുത്തെ MSF കമ്മിറ്റി, അല്ല കൊയിലാണ്ടിയിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മജീദ് ഖുറൈഷിയുടെ ഒരു പുസ്തകം, മനുഷ്യവംശത്തിൻ്റെ 2 ശത്രുക്കൾ എന്നൊരു പുസ്തകം, അത് മലയാളത്തിലേക്ക്, ഉറുദുവിലുള്ളതാണ്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് കൊയിലാണ്ടി ലീഗ് കമ്മിറ്റി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കാൻ തീരുമാനിച്ചു. അത് പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പണ്ട് ശാഖാ കമ്മിറ്റികൾ പുസ്തകം അടിച്ചിറക്കി വിൽക്കലായിരുന്നു. ഇപ്പോൾ ഉള്ള ഫണ്ടായി പോകുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് ഫണ്ട് ഉണ്ടാക്കിയിരുന്നത്. ആ ഫണ്ട് ആ പുസ്തക കെട്ടുമായിട്ട് CHും PM ഫക്കീർ എന്ന CHൻ്റെ ക്ലാസ്മേറ്റും, ഈ കൊയിലാണ്ടി സ്കൂൾ പഠിക്കുമ്പോഴാട്ടോ, പിന്നെ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന വേറൊരു സഹപാഠിയും, അതാണ് അബ്ദുള്ളക്കുട്ടി ഹാജി, ഈ ആളുകൾ ഈ പുസ്തക കെട്ടുമായി കൊയിലാണ്ടി മുതൽ കണ്ണൂർ വരെ നടന്നു പോയി പുസ്തകം വിറ്റിരുന്നു എന്നാണ്. കൊയിലാണ്ടിയിലെ ലീഗ് കമ്മിറ്റിക്ക് ഫണ്ട് ഉണ്ടാക്കാനും അതുവഴി MSFന് ഫണ്ട് കിട്ടാനുമാണ്. അതിനുള്ള ഫണ്ട് MSFന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവർ പോകുമ്പോഴാണ് മനുഷ്യവംശത്തിൻ്റെ 2 ശത്രുക്കൾ എന്ന് പറഞ്ഞ ഈ പുസ്തകവുമായിട്ട് ഒരു പൈസക്കാരൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ കൊയിലാണ്ടി ലീഗ് ഓഫ് കമ്മിറ്റിയാണ് അതൊക്കെ അടിച്ചിറക്കിയിട്ടുള്ളതൊക്കെ അയാൾ നോക്കിയിട്ട് പറഞ്ഞു, കുട്ടികളെ, മനുഷ്യവംശത്തിൻ്റെ 2 ശത്രുക്കൾ ഇപ്പോൾ ആരാ നിങ്ങൾക്ക് അറിയോ? അത് സത്താർ സേട്ടും KM സീതിയുമാണ് എന്ന് കുട്ടികളോട് പറഞ്ഞു. അത്രേ, പുസ്തകം വാങ്ങിയില്ലാതെ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് 1943 മാർച്ച് 19 കൊയിലാണ്ടിയിൽ ഒരു സമ്മേളനം, ആ ഡേറ്റിന് അത്ര പ്രസക്തിയില്ല, കൊയിലാണ്ടിയിലൊരു മുസ്ലിം ലീഗിൻ്റെ MSFൻ്റെ ഒരു സമ്മേളനം വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ സമ്മേളനത്തിലേക്ക് മാർച്ച് 19 അല്ല, 1943 മാർച്ച് 19 വേറെയാണ്, 43 കൊയിലാണ്ടിയിൽ ഒരു MSFൻ്റെ സമ്മേളനം വെക്കാൻ തീരുമാനിക്കുകയും ആ സമ്മേളനത്തിലേക്ക് സത്താർ സേട്ട് സാഹിബിനെയും സീരി സാഹിബിനെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കമ്മിറ്റി MSF തീരുമാനിക്കുകയും ചെയ്തു. അതിലെ ഒരു കത്തുമായിട്ട് CH മുഹമ്മദ് കോയയുടെ ഒരു കത്ത് എഴുതിയിട്ട് പിന്നെ ഇവരുടെ സത്താർ സേട്ട് സാഹിബിൻ്റെ അടുത്തേക്ക് അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന സഹപാഠിയെ, കൂട്ടുകാരനെ അയച്ചു. ഈ കയ്യക്ഷരം കണ്ട് സത്താർ സേട്ട് സാഹിബ് ഒന്നും പറഞ്ഞതൊന്നുമില്ല. ഏതായാലും വടകരയിൽ ഞങ്ങൾ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം, എന്നിട്ട് നമുക്ക് തീയതി തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വടകരയിൽ കാണാൻ ചെന്നപ്പോൾ ആഷിം ബാഫിക്ക് തങ്ങളുടെ കൂടെ CHും അബ്ദുള്ളക്കുട്ടിയും PM ഫക്കീറും ഒക്കെ ചെന്ന്
സത്താർ സേട്ട് സാഹിബിനെ കാണുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വളരെ ചടുലമായി സംസാരിക്കുന്നൊരു കുട്ടി, നല്ല ഭാഷ, അവൻ്റെ ഒരു പിന്നെ ആത്മവിശ്വാസം, ഇതൊക്കെ കണ്ടപ്പോൾ ആഷിം ബാഫക്കി തങ്ങളോട് സത്താർ സേട്ട് സാഹിബ് പറഞ്ഞ പോലെ പറഞ്ഞു, അവൻ്റെ കൈയക്ഷരം കണ്ട പോലെയല്ലല്ലോ അവൻ, നല്ല മിടുക്കനാണ്, ഇവനെ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവനെ ശ്രദ്ധിക്കണം. CH പറയുന്നുണ്ട്, അവിടെ നിന്നിങ്ങോട്ട് പിതൃതുല്യമായ വാത്സല്യമാണ് സത്താർ സേട്ട് സാഹിബ് എനിക്ക് നൽകിയിട്ടുള്ളത്.